ഗുഡ് ഈവനിങ് ഓൾ. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് IEEE മെമ്പർഷിപ്പും IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി മെമ്പർഷിപ്പ്, എഡ്യൂക്കേഷൻ സൊസൈറ്റി മെമ്പർഷിപ്പ്, ഈ രണ്ട് സൊസൈറ്റി മെമ്പർഷിപ്പ് ഇപ്പം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നുള്ളത്. അല്ലെങ്കിൽ ഏകദേശം ഒരു 500 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ IEEE സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. ഇവിടെ നിന്ന് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെമ്പർഷിപ്പിൽ ജോയിൻ IEEE ക്ലിക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ജോയിൻ ആസ് എ സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്തിട്ട് പോവുക. അപ്പം ഇതൊരു ഫ്രഷറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിലാണ്, അതുകൊണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക. സോ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫില്ല് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ചെക്ക് ബോക്സ് ഫില്ല് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് കണ്ടിന്യൂ ജോയിനിങ്. അപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് മെയിലിലോട്ട് വരും. അത് ഇവിടെ എൻ്റർ ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, ആ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കുക. സോ നിങ്ങളുടെ പേജിലോട്ട് വന്നു. ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഓർഗനൈസേഷൻ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഈ പേജും അതുപോലെ ഫില്ല് ചെയ്യുക. പ്രൊഫൈൽ സമ്മറി, ഇതിൽ ഇവിടെ സെർച്ച് ചെയ്യുക നമ്മുടെ കോളേജ്. ദെൻ ഈ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. നിങ്ങൾ CS ആണെങ്കിൽ അക്കാഡമിക് പ്രോഗ്രാം CS എഴുതുക, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതാണോ ഉള്ളത്, ഏതാണ് നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ഈ പേജ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട മെമ്പർഷിപ്പൊക്കെ ഏതൊക്കെയാണ് മെമ്പർഷിപ്പ് വേണ്ടത്, പിന്നെ സൊസൈറ്റി മെമ്പർഷിപ്പ് വേണമെങ്കിൽ അതും ഫില്ല് ചെയ്യുക. ഞാൻ IEEE മെമ്പർഷിപ്പ് എടുക്കുന്നു, അത് സെർച്ച് ചെയ്യുന്നു. IEEE മെമ്പർഷിപ്പ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു. ഐറ്റം ഞാൻ അത് കാർട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി കമ്പ്യൂട്ടർ സൊസൈറ്റി മെമ്പർഷിപ്പും ഇതുപോലെ സെർച്ച് ചെയ്യുക. അത് ഫ്രീ ആണ്. കമ്പ്യൂട്ടർ സൊസൈറ്റിയും എഡ്സോക്കിൻ്റെ മെമ്പർഷിപ്പ് ഫീസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ IEEE നിങ്ങൾ എന്തായാലും പേ ചെയ്യേണ്ടി വരും. അതും ഇതുപോലെ സെർച്ച് ചെയ്യുക, ടാപ്പ് ചെയ്യുക. ആഡ് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു സൊസൈറ്റിയാണ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. അതും നമ്മുടെ കോളേജിൽ ഉള്ളൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് എഡ്സോക്ക് ക്ലിക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക. നേരത്തെ കമ്പ്യൂട്ടർ സൊസൈറ്റി എങ്ങനെ ചെയ്താൽ അതുപോലെ IEEE എഡ്യൂക്കേഷൻ സൊസൈറ്റി മെമ്പർഷിപ്പ് ഇത് ടാപ്പ് ചെയ്യുക. ഇതും ആഡ് ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാർട്ടിലോട്ട് ഈ ഓപ്ഷനൊക്കെ പോകും. ഇനി രണ്ടും ആയിട്ടാകുമ്പം ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പം കണ്ട് ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. IEEE മെമ്പർഷിപ്പും IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി മെമ്പർഷിപ്പും IEEE എഡ്യൂക്കേഷൻ സൊസൈറ്റി മെമ്പർഷിപ്പും. ഈ പറയുന്ന $4 IEEE കമ്പ്യൂട്ടർ സൊസൈറ്റീൻ്റെ $4 എഡ്യൂക്കേഷൻ സൊസൈറ്റീൻ്റെ $1 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ എൻ്റെ ഓഫർ തീരും, അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ IEEE മെമ്പർഷിപ്പിൻ്റെ ഈ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഈ പേജും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾ ആ പറഞ്ഞ എമൗണ്ട് പേ ചെയ്യേണ്ടത്. ബിഫോർ ദാറ്റ് നിങ്ങളിവിടെ പ്രൊമോഷൻ കോഡ് അപ്ലൈ ചെയ്യണം. അപ്പം ഏത് പ്രൊമോഷൻ കോഡാണെന്ന് ഞാൻ ജസ്റ്റ്
കാണിച്ചു തരാം. IEEE കമ്പ്യൂട്ടർ സൊസൈറ്റീൻ്റെ ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ CS IEEE ഡേ 24 അടിച്ചിട്ട് അപ്ലൈ ചെയ്യുക. നേരത്തെ കോഡിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. CS IEEE ഡേ STU 24 ഈ ഒരു കോഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി സെയിം വേ എഡ്യൂക്കേഷൻ സൊസൈറ്റീൻ്റെ മെമ്പർഷിപ്പ് ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് അതും അതിൻ്റെ പ്രൊമോഷൻ കോഡും കൂടി ഇവിടെ എൻ്റർ ചെയ്യുക. ED IEEE ST25. ഇപ്പം നിങ്ങൾക്ക് അടിക്കേണ്ട $14 + 4 $19 $5 ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള $14 നിങ്ങളിപ്പം പേ ചെയ്യേണ്ടത്. നമുക്ക് പേ ചെയ്യാൻ കുറച്ച് ഓപ്ഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാനിതിൽ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. അക്കൗണ്ട് ഓണറിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കഴിഞ്ഞിട്ട് ഇത്രയും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം. ഞാനിതിൽ UPI ആണ് എടുത്തേക്കുന്നത്. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ലത്. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ പേജ്. നിങ്ങൾ ഫിനിഷ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു QR കോഡുള്ള പേജ് വരും. ഈ QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഇന്ന് ഡെബിറ്റ് ആവും, നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആവും. സെയിം ടൈം നിങ്ങൾക്ക് IEEEൻ്റെ ഒരു കൺഫർമേഷൻ മെയിലും വരും. നിങ്ങൾക്ക് സൊസൈറ്റി മെമ്പർഷിപ്പ് എല്ലാം കിട്ടും. ഇങ്ങനെയാണ് IEEE മെമ്പർഷിപ്പും IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി, എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇതുപോലുള്ള ഏത് സൊസൈറ്റി മെമ്പർഷിപ്പാണെങ്കിലും നമ്മളിങ്ങനെയാണ് എടുക്കുന്നത്. താങ്ക് യു.